താമരശ്ശേരി ഒരു ലഹരിയുടെ ഹബ്ബാണെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ലഹരിയുമായി ഉണ്ടായിട്ടുള്ള മരണങ്ങളും സംഘർഷങ്ങളും എടുത്ത് പരിശോധിച്ച് കഴിഞ്ഞാൽ വലിയ ഞെട്ടിക്കുന്ന ഒരു കണക്കാണ് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുക. രാസലഹരിയുടെ ഹബ്ബായി താമരശ്ശേരിയും പരിസരങ്ങളും മാറിക്കൊണ്ടിരിക്കുകയാണ്. അതോടെ അക്രമ സംഭവങ്ങളും വർദ്ധിച്ചു. ലഹരിക്കെതിരെ ഒന്ന് പരാതിപ്പെടുകയോ എന്തിന് ഒരു ബോധവൽക്കരണ പരിപാടി നടത്തിയാൽ പോലും ജീവന് തന്നെ ഭീഷണിയാണ്. ഒരു കല്യാൺ വീട്ടിൽ നിന്നൊരു ലഹരി സംഘമായിട്ട് അടിയുണ്ടായി. അപ്പോൾ അതിന് പിടിച്ചു മാറ്റി. അത് കഴിഞ്ഞ് അത് ഉച്ചക്കായിരുന്നു. അപ്പോൾ അതിന് വാശിക്ക് വൈകുന്നേരം 6-7 മണിയാകുമ്പോൾ കടയിൽ വന്ന് വെട്ടിയത്. വെട്ടുകൊണ്ടിട്ട് നെരുമ്പെല്ലാം കട്ടായിപ്പോയി. ഇപ്പോഴും നല്ല വർക്കിംഗ് ആയില്ല. 5-6 മാസം കഴിഞ്ഞു. ഇപ്പോഴും വർക്കൊന്നും ആയില്ല. ഹോസ്പിറ്റലിൽ ഒരു 10-15 ദിവസം അഡ്മിറ്റായി. പിന്നെ കൈക്ക് കെട്ട് ഉണ്ടായിട്ടൊരു 3-4 മാസം കട തുറക്കല്ലേ. ഒരു ധൈര്യമായിട്ട് നല്ല ബന്ധമുള്ള ആൾക്കാരാണ്. ഉറങ്ങുന്ന സമയത്ത് 2:15 ഒരു കോൾ വരികയും കോൾ വന്നിട്ട് ഷംനാഥ് അല്ല എന്ന് ചോദിക്കുകയും ചെയ്തു. നമ്മൾ അതേന്ന് വെച്ചു. അപ്പോൾ എന്താണ് നിങ്ങൾ വിളിച്ചതെന്ന് വെച്ചു. പറഞ്ഞത് പിന്നെ നിങ്ങൾ ഇങ്ങനെ ചാനലിലൊക്കെ നമുക്ക് ലഹരിക്കെതിരെയൊക്കെ വലിയ രീതിയിൽ ഇങ്ങനെ പറയുന്നുണ്ടല്ലോ, അപ്പോൾ ഉള്ളത് പറഞ്ഞാൽ അത് ഇല്ലാത്തത് പറയത്. അപ്പോൾ ഒരു നിരന്തരം ഭീഷണിപ്പെടുത്തി. അപ്പോൾ ഞാൻ ചോദിച്ചു ആരാന്ന് ചോദിച്ചു. അപ്പോൾ ആരാന്ന് ചോദിച്ചു. അവർ പറഞ്ഞ് പിന്നെ നിങ്ങൾ ആളങ്ങൾക്ക് വൈകാതെ മനസ്സിലാവും, പുതുപ്പാടി തന്നെ നിങ്ങൾ ഉണ്ടാകല്ലോ. അപ്പോൾ ഞാൻ പറഞ്ഞു എന്നാലും നിങ്ങൾ ആരാന്ന് പറയാമെന്ന് പറഞ്ഞു. അപ്പോൾ എന്നോട് പറഞ്ഞ് നിങ്ങൾ ഇവിടെ പുതുപ്പാടി ജീവിക്കുന്നത് നമ്മൾ നോക്കാം. അതായത് കൃത്യമായിട്ട് അവരൊരു വധഭീഷണി തരത്തിലാണ്. കഴിഞ്ഞ ഒരു വർഷത്തിനിടയിൽ മേഖലയിലെ വിവിധ പോലീസ് എക്സൈസ് വിഭാഗങ്ങൾ രജിസ്റ്റർ ചെയ്തത് 122 ലഹരി കേസുകളാണ്. 2 മാസത്തിന്റെ ഇടവേളയിൽ താമരശ്ശേരിയിൽ 2 കൊലപാതകങ്ങളാണ് ലഹരിക്കടിമയായ ചെറുപ്പക്കാർ നടത്തിയത്. പുതുപ്പാടി സ്വദേശി ആഷിഖ് അസുഖബാധിതയായ സ്വന്തം ഉമ്മയെയും ഈങ്ങാപ്പുഴയിൽ യാസിർ ഭാര്യയെയും അതിക്രൂരമായി കൊലപ്പെടുത്തി. ഈ മാസം ആദ്യം ഷാനിദ് എന്ന യുവാവ് പോലീസിനെ ഭയന്ന് കയ്യിലുണ്ടായിരുന്ന MDMA വിഴുങ്ങിയും മരണത്തിന് കീഴടങ്ങി. ലഹരിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇത്രയും കേസുകൾ ഈ പ്രദേശങ്ങൾ പ്രത്യേകിച്ച് താമരശ്ശേരി പോലീസ് സ്റ്റേഷൻ്റെ പരിധിയിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിലാണ് പുതിയ ഒരു പോലീസ് സ്റ്റേഷൻ അടിവാരം കേന്ദ്രീകരിച്ചുകൊണ്ട് പ്രത്യേകിച്ച് ചുരം ഉൾപ്പെടെ വരുന്ന പ്രദേശമെന്ന് വെച്ച് കഴിഞ്ഞാൽ 24 മണിക്കൂറും പോലീസ് സംവിധാനം നിരീക്ഷണത്തിൽ ഉണ്ടാവേണ്ട ഒരു പ്രദേശമാണ്. ഈ ചുരത്തിൽ പോലും എന്തെങ്കിലും ഈ തരത്തിലുള്ള ഒരു സംഭവം റിപ്പോർട്ട് ചെയ്യപ്പെട്ടാൽ അവിടെ പോലീസ് എത്തുന്നത് 1 മണിക്കൂറും 2 മണിക്കൂറും ഒക്കെ തന്നെ വൈകിയാണ് അവിടെ എത്തുന്നത്. ഈ ഒരു സമയത്താണ് ഒരു പുതിയൊരു പോലീസ് സ്റ്റേഷൻ വേണമെന്നുള്ളൊരു കാര്യം ഈ സമയത്ത് അതിൻ്റെ ശക്തി കൂടുന്നത്. അയൽ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള സുഗമമായ വരവാണ് ഈ മലയോര മേഖലയെ ലഹരിയുടെ പിടിയിലമർത്തിയത്. ബാംഗ്ലൂരിൽ നിന്നുള്ള ലഹരിക്കടത്തിന്റെ പ്രധാന ഇടത്താവളമാണ് ഈ താമരശ്ശേരി ചുരം. ഇപ്പോൾ ഒരു 5-10 വയസ്സുള്ള കുട്ടികളോട് ചോദിച്ചാൽ പോലും ഈ മയക്കുമരുന്നുകൾ പോലുള്ള മാരകമായിട്ടുള്ള രാസലഹരികൾ എവിടെ കിട്ടുന്ന അവർ പറയുകയാണ്. നമ്മൾ പോലും വളരെ അത്ഭുതത്തോടു കൂടി ഇത് നോക്കി കാണേണ്ട ഒരു സാഹചര്യമുണ്ട്. എക്സൈസിൻ്റെ ഭാഗത്തുനിന്നും പോലീസിൻ്റെ ഭാഗത്തുനിന്നും ഇതിൻ്റെ ഒരു ഉറവിടത്തെ പിടിക്കുന്ന രീതിയിലുള്ള കാര്യമായിട്ടുള്ള ഇടപെടലുകൾ നടക്കുന്നില്ല. ഇതിൻ്റെ ഏറ്റവും താഴെയുള്ള കണ്ണിയാണ് അവർ പലപ്പോഴും പിടിക്കുന്നത്. അതുകൊണ്ട് ഇതിൻ്റെ ലഭ്യത ഒരിക്കലും കുറയുന്നില്ല. പുതുപ്പാടി, കട്ടിപ്പാറ, താമരശ്ശേരി പഞ്ചായത്തുകളും വയനാട് ചുരം വരെ നീണ്ടുകിടക്കുന്ന ദേശീയപാതയുമെല്ലാം ഉൾപ്പെടുന്ന താമരശ്ശേരി പോലീസ് സ്റ്റേഷൻ പരിധി കഴിഞ്ഞ കുറച്ച് കാലമായി ലഹരി മാഫിയയുടെ പിടിയിലാണ്. പുതുപ്പാടിയിൽ 2 മരണങ്ങളാണ് കഴിഞ്ഞ ദിവസങ്ങൾ ഉണ്ടായിട്ടുള്ളത്. പിന്നെ അതോടൊപ്പം തന്നെ താമരശ്ശേരി പോലീസ് സ്റ്റേഷൻ്റെ ഏറ്റവും കൂടുതൽ കേസ് വരുന്ന പഞ്ചായത്ത് പുതുപ്പാടിയാണ് എന്നാണ് നമുക്കറിയാൻ സാധിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഈ വിഷയം കൃത്യമായിട്ടുള്ള ഇതിന് പരിഹാരം ഉണ്ടാകുന്നതിന് വേണ്ടിയിട്ട് അടിയന്തരമായിട്ട് സംസ്ഥാന ഗവൺമെൻറ് ഇടപെട്ടുകൊണ്ട് ഈ വിഷയത്തിൽ പ്രത്യേകം DGP അടക്കം കൃത്യമായി ചാർജ് കൊടുത്തതിന് പ്രത്യേകം സ്ക്വാഡ് പ്രവർത്തനം ഓരോ സ്റ്റേഷനിലും കേന്ദ്രീകരിച്ചുകൊണ്ട് നടക്കണം. ലഭ്യത എളുപ്പമായതോടെയാണ് ലഹരിക്കെണിയിൽപ്പെടുന്നവരുടെ എണ്ണവും കുറ്റകൃത്യങ്ങളും വർദ്ധിച്ചത്. ഇനിയും ഉണർന്നു പ്രവർത്തിച്ചില്ലെങ്കിൽ ഒരു നാടാകെ ലഹരിയിൽ അമർന്നു പോകുന്നത് നാം കാണേണ്ടി വരും. ക്യാമറമാൻ അരുൺ കിഷോറിനോടൊപ്പം CP അഖില, മാതൃഭൂമി ന്യൂസ്, കോഴിക്കോട്.